വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങളെ ആ സത്യത്തിൽ ഇവിടെയുള്ള നേഴ്സുമാര് നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഭയങ്കരമായ അധ്വാനം അവരവർ നടത്തുന്നത്. എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയും വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടും ചെയ്യുന്ന ഒരു ജോലിയാണ് നേഴ്സിംഗ് ജോലി എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് എന്താണ് കിട്ടുന്നത് തിരിച്ച്? എത്രമാത്രം വളരെ വലിയ ജോലിഭാരം അവർക്കുള്ളത്. അതുപോലെ വിവിധ സ്വഭാവമുള്ള രോഗികളെ പരിചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഓരോ രോഗികളുടെ സ്വഭാവം ഓരോന്നായിരിക്കത്തില്ല. അപ്പം വിവിധ സ്വഭാവമുള്ള ഈ രോഗികളെ പരിചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ബൈസ്റ്റാൻഡേഴ്സ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾ വളരെ വളരെ ഡമ്പും കോളുകേട്ടൊക്കെ വന്നിട്ട് ആവശ്യമില്ലാതെ അവരുടെ അടുത്ത് സംസാരിച്ച് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതുപോലെ അവരെ ബഹുമാനിക്കാൻ ഒരു മടിയാണ് ചില വീട്ടുകാർക്കൊക്കെ. അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും ഒന്നും മനസ്സിലാകാത്ത കുറച്ച് രോഗികൾ, അതുപോലെ തന്നെ അവരുടെ അതുപോലുള്ള ചില ബൈസ്റ്റാൻഡേഴ്സ് അവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ ദൈർഘ്യമേറിയ ഷിഫ്റ്റ് മൂലം ഉണ്ടാവുന്ന അമിതമായ ക്ഷീണം, ചിലപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ചില പൊങ്ങച്ചക്കാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, പൊങ്ങച്ചക്കാരായിട്ടുള്ള സൂപ്പർവൈസർമാരുണ്ട് ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അവര് ഈ പാവങ്ങളായിട്ടുള്ള നേഴ്സുമാരുടെ തോളെ കയറി അല്ലെങ്കിൽ അവർക്കിട്ട് പണി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്നവർക്ക് ഉള്ള സ്ട്രെസ്, പിന്നെ തലതിരിഞ്ഞ ചില മാനേജ്മെന്റ്സ് ഉണ്ട്. ആ തലതിരിഞ്ഞ മാനേജ്മെന്റ്സിന്റെ തലതിരിഞ്ഞ പിന്നെ റൂളും ചട്ടങ്ങളും കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെ, അയാളുടെ രോഗം മാറി അയാളെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെ നേഴ്സുമാര് ഈ രോഗിക്ക് വേണ്ടിയും അല്ലാതെയും 89ഓളം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോഴ് ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ഒരു രോഗിക്ക് വേണ്ടി. പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു വീഴ്ച വന്നാൽ മതി, അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കും ആൾക്കാർ. ഈ ചിലപ്പം നേഴ്സിംഗ് കഴിഞ്ഞോട്ട് വരുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചോളം അല്ല 21-22 വയസ്സേ കാണത്തുള്ളൂ. നമ്മളെ വീട്ടില് 21-22 വയസ്സുള്ള പിള്ളേരാണെങ്കിൽ നമ്മൾ അവരെ കൊച്ചു പിള്ളേരെന്നാ പറയുന്നത്. നേരെ മറിച്ച് ഇവര് നേഴ്സിംഗ് റിസൾട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രോഗിയും ബന്ധുക്കളും എല്ലാം വിചാരിക്കുന്ന പറഞ്ഞാൽ ഇവര് ഒരു 50-55 വയസ്സ് പ്രായമുള്ളവരെ പോലെ പക്വമായി പെരുമാറണം, അല്ലെങ്കിൽ ഇവർക്ക് പിടിക്കത്തില്ല. ഇവര് നേഴ്സിംഗിന്റെ ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് പക്വമായി മാത്രമേ പെരുമാറാവൂ. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവർ ഏതാണ്ടില്ല 7ാം കൂലികളാന്നുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കറിയാതെ കല്യാണ കാര്യത്തിൽ പോലും തരം താഴ്ത്തപ്പെടുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവര് MBBS ഡോക്ടർമാരെക്കാളും കൂടുതൽ പേപ്പറുകൾ പഠിച്ചിട്ടാണ് നേഴ്സുമാര് പാസ്സായി വരുന്നത്. ആ കാര്യം നമ്മൾ മറന്നുപോവുകയാണ് ചെയ്യുന്നത്.